ഹല്ലേലൂയ. യേശുവിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ വചനം ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. പ്രത്യേകിച്ച് കടബാധ്യതകളിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടവരൊക്കെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വലിയ ഒരു വിടുതൽ കർത്താവ് ഒരുക്കുകയാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം പറയുന്നു, അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിൻ്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് നീങ്ങും, നിൻ്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടും. കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരും. ദൈവം തൻ്റെ വചനമയച്ചുകൊണ്ട് നിനക്ക് വിടുതൽ നൽകാൻ പോകുകയാണ്. കടബാധ്യതയുടെ ഭാരം, നിൻ്റെ കഴുത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന നുകം, കടബാധ്യത എന്ന വലിയ നുകം, അതിന്ന് തകർക്കപ്പെടാനായിട്ട് പോവുകയാണ്. അത്രയധികമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവം നിന്നോട് കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചത് ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ വേണ്ടിയാണ്. പല കുടുംബങ്ങളുടെയും മേൽ കടബാധ്യത എന്ന വലിയ ഭാരം സാത്താൻ ഇട്ടുവച്ചിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ധാരാളം പേര് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു ഫാമിലി വന്നിട്ട് കരയുകയാണ്. കോടിക്കണക്കിന് രൂപ കടബാധ്യത. ആ മകൻ പറയുന്നു, എൻ്റെ അപ്പനും സഹോദരങ്ങളും തമ്മിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള പങ്ക് ബിസിനസ്സായിരുന്നു. വലിയ രീതിയിൽ ബിസിനസ് വളർന്നു. വളരെ പെട്ടെന്ന് എൻ്റെ പിതാവ് മരിച്ചുപോയി. പിതാവിൻ്റെ സഹോദരങ്ങൾ കമ്പനി അവർ സ്വന്തമാക്കി അവിടെ കൈവശപ്പെടുത്തി. അതിലൂടെ വന്നിരിക്കുന്ന ബാധ്യതകൾ ഇന്ന് ഈ മകന് തീർക്കേണ്ട അവസ്ഥ. കോടിക്കണക്കിന് രൂപ ഈ മകൻ ഇന്ന് കടബാധ്യതക്കാരനാണ്. സ്വന്തം പിതാവിൻ്റെ സഹോദരങ്ങൾ, സ്വന്തം രക്തത്തിൽപ്പെട്ട സഹോദരങ്ങൾ ചെയ്ത വലിയ ഒരു ചതിവിൻ്റെ വലിയ ഭാരവുമായിട്ട്, വേദനയുമായിട്ട് ആ കുടുംബം എൻ്റെ അടുക്കൽ വന്ന് കരയുകയാണ്. അവർക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം വലിയ കടബാധ്യതയിൽ ഞെരുങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പലരും ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ട്. സാധാരണക്കാരും ഇടത്തരക്കാരും സമ്പന്മാരുമൊക്കെ സാമ്പത്തിക മേഖലകളിൽ തകർന്നു പോയിട്ടുണ്ട്. ചിലരൊക്കെ സാമ്പത്തികമായിട്ട് തകർന്നു പോയതിന് പിന്നിലുള്ള ഒരു കാരണം ആഡംബരത്തിലുള്ള ജീവിതം, വരവറിയാതെ ചെലവ് ചെയ്തുകൊണ്ടുള്ള ദൂർത്തടിച്ചുള്ള ജീവിതം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ട് ശോഷിച്ചു പോയി. കാരണം മക്കൾ പണം ദൂർത്തടിച്ച് ജീവിച്ചു. മാതാപിതാക്കൾ അധ്വാനിച്ചു, സമ്പാദിച്ചു. മക്കൾ അതിന് വിലയറിഞ്ഞില്ല. അവർ ദൂർത്തടിച്ച് ജീവിച്ച് സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. എല്ലാവരും അധ്വാനിക്കണമെന്ന് ആ വചനം പഠിപ്പിക്കുന്നു. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. നിന്റെ നെറ്റിയിലെ വീർപ്പോട് നീ അപ്പം ഭക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അലസതയുടെയും തോന്നിവാസത്തിൻ്റെയൊക്കെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗത്താണെങ്കിലും കഠിനാധ്വാനികളായിട്ട് മാറണം. കഠിനാധ്വാനിയായ ഒരു വ്യക്തിയെ തകർക്കാൻ പറ്റത്തില്ല. കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി അടിക്കടി ഉയർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാരണമെന്ന് പറയുന്നത് പണം പലിശയ്ക്ക് കടം വാങ്ങുക.
ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ അന്യായമായിട്ട് പലിശ വാങ്ങുന്ന ചില വ്യക്തികൾ, അവരിൽ നിന്ന് കടം വാങ്ങി സ്വത്തുക്കളും വീടും എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. നെഹെമ്യ 5:10 പറയുന്നുണ്ട്, പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. നീയും നിന്റെ മക്കളും തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പലിശ വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ പലിശ വാങ്ങുന്നത് അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ പലിശ വാങ്ങുന്ന വ്യക്തി കണ്ണുനീരിൻ്റെ പണമാണ് വാങ്ങുന്നത്. ഈ കാലഘട്ടത്തിൽ ഇതാ 100 രൂപയ്ക്ക് 2 രൂപ പലിശ പണ്ട് കാലത്ത്, ഇപ്പോൾ 5 രൂപ 8 രൂപ 10 രൂപ 15 രൂപയൊക്കെയാണ് പലിശ വാങ്ങുന്നത്. ഇത് അധാർമികമാണ്. അവിടെ അധാർമികമായിട്ട് പലിശ വാങ്ങുന്ന വ്യക്തികൾ അത് പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വയ്ക്കണം. പലിശയ്ക്കുള്ള പണം അത് തലമുറകൾക്ക് ശാപം വരുത്തി വയ്ക്കുന്ന പണമാണ്. അനേക കുടുംബങ്ങൾ, ബിസിനസ്സുകാർ, ജോലിക്കാരൊക്കെ തകർന്നു പോയതിൻ്റെ പിന്നിൽ പണം പലിശയ്ക്ക് വാങ്ങിയവ തന്നെയാണ്. പലിശ കൊടുത്ത് അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത തകർച്ചയിലേക്ക് കടന്നുപോയവരും ആത്മഹത്യ ചെയ്തവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയും 2 ചെറിയ മക്കൾ, മൂത്തൊരു ആൺകുട്ടിയാണ്, അവനൊരു 8 വയസ്സ് കാണും. ആ സഹോദരി അമ്മയുണ്ട്, ഏതാനും പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. അവന് ഇത്തിരി കടബാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ മോനോട് ചോദിച്ചു, മോനെ നിൻ്റെ പപ്പ എന്നെ എടുക്കുന്നു. പിന്നെ അമ്മ പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു, പപ്പ മരിച്ചുപോയി. ആ കുഞ്ഞിന് അപ്പം ഞാൻ ചോദിച്ചു, പപ്പ മരിച്ചു എത്ര വർഷമായി? പിന്നെ ഈ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറ്റാക്കുണ്ടായി മരിച്ചതാണ്. ആ കുഞ്ഞിന് 8 വയസ്സുണ്ട്. 8 വർഷം കഴിഞ്ഞു ഭർത്താവ് മരിച്ചിട്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. ഒത്തിരിയേറെ നമുക്ക് സങ്കടം തോന്നി. അപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പാടിലാണ് അവർ കടന്നു പോകുന്നത്. അവർ പറയുന്ന വിഷമം കടബാധ്യതയാണ്. സാമ്പത്തിക കടബാധ്യതയിൽ വിഷമിക്കുകയാണ്. കടബാധ്യതയിൽ തകർന്ന കുടുംബങ്ങൾ വളരെ ജാഗ്രത പാലിക്കണം. സാമ്പത്തികം ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ട് മാറണം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആഡംബരം, ദൂരത്തുള്ള ജീവിതം. നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള വലിയ ഒരു വ്യഗ്രത, ഇതൊക്കെ മഠയത്തരമാണ്. അതുകൊണ്ട് സമ്പത്ത് വളരെ സൂക്ഷിച്ച് ചെലവഴിക്കുക. കടബാധ്യതയിൽ പലിശയിൽ വീഴാതിരിക്കാൻ വളരെ ജാഗ്രത വേണം. പലിശയുടെ പണം അത് നമ്മളെ നശിപ്പിക്കും. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. പ്രവാചകഗണത്തിൽപ്പെട്ട ഒരുവൻ്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. എലീഷായോടൊപ്പം ഉണ്ടായിരുന്ന പ്രവാചകഗണത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, എലീഷ അതിശക്തനായ പ്രവാചകനായിരുന്നു. ഏലിയായിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അഭിഷേകം വാങ്ങിയ വലിയ ദൈവമനുഷ്യൻ, മരിച്ചതിന് ശേഷവും മരിച്ചവരെ ഉയർപ്പിച്ച വലിയ വിശുദ്ധൻ എലീഷ. ഈ പ്രവാചകനായ എലീഷയുടെ വന്നിട്ട് ഒരു സഹോദരി പറയുകയാണ്, അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവ്, അദ്ദേഹം പ്രവാചകനായിരുന്നു, പ്രവാചകണത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എൻ്റെ ഭർത്താവ് ഒരു പ്രവാചകനായിരുന്നു, കർത്താവിൻ്റെ ഭക്തനായിരുന്നു. ആ ഭാര്യ പറയുക, അവൾ വിവാഹം കഴിച്ചവർക്കും പ്രവചനത്തിൻ്റെ അഭിഷേകം കിട്ടും, പ്രവചനവരം ലഭിക്കും. പ്രവാചകത്വത്തിലും രാജത്വത്തിലും പൗരോഹിത്യത്തിലുമൊക്കെ ക്രിസ്തുവിൽ നമ്മൾ പങ്കുകാരാണ്. ഇവിടെ ആ സ്ത്രീ പറയുന്നത്, എൻ്റെ ഭർത്താവ്
വലിയ ദൈവഭക്തനായിരുന്നു, അങ്ങയുടെ കൂടെ പ്രവാചകണത്തിൽപ്പെട്ട ആളുമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, വലിയ ദൈവ ഭക്തനായിരുന്നു, കർത്താവിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അതായത് ഈ പ്രവാചകന് കടബാധ്യതയുണ്ടായിരുന്നു. ആ കടം കൊടുത്തയാള് ഈ മനുഷ്യൻ, ഈ പ്രവാചകനായ വ്യക്തി മരിച്ചു പോയതിനു ശേഷം ഇതാ ഈ കടം കൊടുത്ത വ്യക്തി ഈ പ്രവാചകന്റെ 2 മക്കളെയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുക. ഇവിടെ ഈ അമ്മ ഹൃദയം തകർന്ന് കണ്ണുനീരോടെയാ പ്രവാചകനായ എലീഷാടുക്ക് വന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യൻ പിടിച്ചുകൊണ്ടുപോകും, അടിമകളായി കൊണ്ടുപോകും. എൻ്റെ ഭർത്താവ് ആ മനുഷ്യനോട് പണം വാങ്ങിയിരുന്നു, അത് കൊടുത്തു വീട്ടുവാൻ ഒരു മാർഗമില്ല. ആ പ്രവാചകനായ മരിച്ചുപോയ മനുഷ്യൻ്റെ ഭാര്യയുടെ കണ്ണുനീരായത്. എൻ്റെ മക്കളെ അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകും. ഒരു പെറ്റമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. സാമ്പത്തിക കടങ്ങൾ ഒരു വശത്ത്, കുടുംബത്തിന് ദാരിദ്ര്യം, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു അമ്മ. ഭർത്താവ് പ്രവാചകനും കർത്താവിൻ്റെ ഭക്തനുമൊക്കെ ആയിരുന്നു. അതിൽ ആ സ്ത്രീക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധ പുലർത്തിയെങ്കിൽ മാത്രമേ കടബാധ്യതയിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കടബാധ്യത നമ്മുടെ കഴുത്തിലെ ഏറ്റവും വലിയ ഒരു നുഖമാണ്. കടബാധ്യത തലയിലെ ഏറ്റവും വലിയൊരു ഭാരമാണ്. കടബാധ്യത കൊണ്ട് തകർന്ന കുടുംബങ്ങളെ ഇന്ന് കർത്താവ് വിടുവിക്കാനായിട്ട് പോകുക. കടബാധ്യതയുടെ ഭാരം അവിടുന്ന് എടുത്തു മാറ്റും. നിന്റെ കഴുത്തിലെ നുഖം, കടബാധ്യതയുടെ നുഖം അവിടുന്ന് തകർക്കും. യേശുവിൻ്റെ അധികാരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കടബാധ്യതക്കാർക്ക് വിടുതൽ ലഭിക്കട്ടെ. യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി കടന്നു പോവട്ടെ. സാമ്പത്തികമായിട്ട് തകർന്ന ജോലിക്കാര്, ബിസിനസ്സുകാര്, കൃഷിക്കാര്, അവർക്ക് വിടുതൽ ലഭിക്കട്ടെ. പണം പലിശയ്ക്ക് വാങ്ങിയിട്ട് പലിശ കൊടുത്ത് തകർന്നവര്, മനസ്സ് മടുത്തവര്, ആത്മഹത്യയിൽ നിൽക്കുന്നവർക്ക് യേശുനാമത്തിൽ വിടുതലാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. Hallelujah. All satanic bondages loosen in the name of Jesus. സാത്താനിട്ട ചങ്ങലകൾ തകർക്കുന്നു. All chains break in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതയുടെ ചങ്ങല തകർക്കുന്നു. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ, വിടുതലാവട്ടെ. ഉറപ്പായിട്ടും യേശു കടബാധ്യതകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.